ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള നല്ല ചിക്കൻ ഫ്രൈയിൽ നല്ല എരിവോട് കൂടിയുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10-20 ഉണക്കമുളക്, പിന്നെ അതിനൊന്ന് കൃഷി ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 8 പച്ചമുളകൊന്ന് അതും ഒന്ന് കൃഷി ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക്, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് ഇടേണ്ടത് മല്ലിയിലയാണ്. ആ മല്ലിയിലയും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. നല്ല എരിവും നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിലൊക്കെ നിന്ന് കിട്ടുന്നത് പോലെ അതിൻ്റെ ആ ഒരു തരിയില്ലേ, ലാസ്റ്റ് ആ ഒരു തരി പോലും നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെയൊക്കെ എടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കരിയാണ്ട് നമുക്ക് ഒന്ന് കോരിയെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ ചിലർ പറയുന്നത് ഈ മീൻ പൊരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഈ അരിയില്ലേ, നമ്മൾ ചോറ് വെക്കുന്ന അരി, എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അരി ഒന്ന് പൊട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ കൊച്ചുള്ളി ഒന്ന് കുറച്ച് കൊച്ചുള്ളി ഒന്ന് വറുത്ത് കോരിയെടുത്താൽ നമുക്ക് ഈ അടി പിടിക്കൽ ഒന്ന് ഒഴിവാക്കാൻ കഴിയും. നമുക്ക് ഏറെക്കുറെ ഒന്ന് ഒഴിവാക്കാൻ കഴിയും. പിന്നെ മീൻ ഇടുന്ന സമയത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ സമയത്ത് നമുക്കത് ചെയ്തില്ലെങ്കിൽ എല്ലാം കൂടി അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിവിടെ ഉണ്ടായത് പിന്നെ കപ്പ ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു കേക്കിൻ്റെ ഓർഡർ പെട്ടെന്ന് വന്ന ഒരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തതാണ്. അങ്ങനെ ആൾ വൈകുന്നേരം ആയപ്പം വാങ്ങാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.